പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് കട്ടപ്പനയും ഞായറാഴ്ചയാണിന്ന്. ഓർത്ത് ചുമ്മാ ഒന്ന് കറങ്ങി ചന്തയൊക്കെ കണ്ടിട്ട് വരാം. ഹിന്ദിക്കാരെ ബംഗാളികളെ കൊണ്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. കട ഒരുപാട് കട ഇന്ന് തുറക്കത്തില്ല. എന്നാലും ഉള്ള കട മുഴുവൻ, ചന്തയുടെ അകത്ത് എല്ലാ കടയും തുറക്കും. അവിടെ മുഴുവൻ ബംഗാളികൾ. പക്ഷേ ഇപ്പം ഞങ്ങൾ ചെന്നത് ഒരു 12 മണി ആകാറായപ്പോഴാണ്. അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞിരുന്നത്. രാവിലെ അവിടെ ചെന്നിട്ടുണ്ട്, അങ്ങോട്ട് കാല് കുത്താൻ പറ്റത്തില്ല, അതുപോലെ ബംഗാളികളാണ്. പക്ഷെ അവർ കാരണം എല്ലാ ഞായറാഴ്ചയും ചന്തയിലുള്ളവർക്ക് നന്നായിട്ട് കച്ചവടം കിട്ടുന്നുണ്ട് കേട്ടോ. അവരുള്ളതുകൊണ്ട് നല്ല കച്ചവടമാണ് ചന്തയിലുള്ളവർക്ക് മൊത്തം. അല്ലെങ്കിൽ ഇതുപോലെ കടയൊന്നും അധികം ചന്തയൊന്നും തുറക്കത്തില്ലായിരുന്നു ഞായറാഴ്ച. ഇപ്പം ഞായറാഴ്ച തുറന്നാൽ അവർക്ക് നല്ല കച്ചവടം. അതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ച ചന്തയുടെ തുറക്കും. മൊത്ത കടകളെല്ലാം തുറക്കും. അപ്പോഴാണ് വിത്ത് വിരിക്കുന്ന കണ്ടപ്പോൾ സുന്ദരിച്ചീര ഉണ്ടാകും ചോദിക്കാനായിട്ട് കയറിയത്. പക്ഷെ അവിടെ സുന്ദരിച്ചീര ഇല്ല. 10 രൂപ 20 രൂപയുടെയൊക്കെ വിത്താണ് ഇരിക്കുന്നത്. എല്ലായിടത്തും ബംഗാളികളാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടുത്തെ മീൻ കൊള്ളാത്തതുകൊണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ്. താഴെ തന്നെ തൊട്ടപ്പുറത്ത് മീനുണ്ട്. അവിടെ ആകുമ്പോൾ മിക്കവാറും എല്ലാ മീനുണ്ടാവും. അപ്പോൾ ചന്തയുടെ അതും താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ആ മീൻകട പോകാനായിട്ട്. ഇപ്പോൾ കട്ടപ്പന മുഴുവൻ മീൻകടയാണ്. ഇഷ്ടംപോലെ സ്ഥലത്ത് മീൻകടയുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പോയി നല്ല മീൻ നോക്കി മേടിക്കാം. വണ്ടി നമ്മൾ കുറച്ചപ്പുറം വെച്ചിട്ടാണ് നടന്നാണ് വന്നത്. നടന്നു വന്നാലല്ലേ എല്ലായിടത്തും കയറാൻ പറ്റുള്ളൂ. മാത്രമല്ല ബംഗാളികളാണ്. ചിലപ്പോൾ കുടിച്ചിട്ടൊക്കെ വരുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വണ്ടിയും കൊണ്ട് പോയാൽ ശരിയാത്തില്ല എന്നോർത്ത് നടന്നാണ് വന്നത്. അവിടെയാണ് മീൻകട. മസാല കാപ്പി ഇച്ചിരി മേടിച്ചിട്ട് പോയാലോ? മസാല കാപ്പി ഒന്ന് കണ്ടോ. ഇതാണ് മീൻകട. താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന മീൻകടയാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വലിയ മീനൊക്കെ കിടക്കുന്നത്. നോക്കി വന്നപ്പോൾ ചെറിയ ഇതുണ്ട്, പാക്കുറിച്ചിയുണ്ട്, ചെറിയ കുടുക്ക, അതായത് ചൂര ചെറുത്, അത് വേണ്ടെന്ന് വെച്ച് വലിയ ചൂര കിടപ്പുണ്ട്. അതൊന്നും നോക്കിയില്ല. നോക്കിയപ്പോൾ നല്ല മുഴുത്ത അയില കിടക്കുന്നു. എന്നാൽ പിന്നെ അത് മേടിച്ചിട്ട് പോരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ മുഴുത്ത അയില നോക്കി. 260 രൂപയാണ് അയിലൊക്കെ. കണ്ട നല്ല മുഴുത്ത അയിലയായിരുന്നേ, നല്ല പച്ച അയിലയാണ്. അതുകൊണ്ട് അയില വാങ്ങിച്ചിട്ട് പോന്നു. ഞായറാഴ്ചയായതുകൊണ്ട് ഒത്തിരി അധികം ആൾക്കാരില്ല, എന്നാലും ഉണ്ട്. ഞായറാഴ്ച അല്ലാത്ത ദിവസമാണ് ഇവിടെ അങ്ങനെ ഇങ്ങനെ പോകത്തില്ല കേട്ടോ. നിറച്ച് വണ്ടിയാണ്. ഈ കടകളെല്ലാം ഓപ്പണിംഗ് ആണ്. ഇന്നിപ്പോൾ എല്ലാം അടവായതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. പക്ഷേ ചന്തയിടകം മാത്രം ഈ ബംഗാളികൾ വരുന്നതുകൊണ്ട് തുറന്നു. സാധനങ്ങൾ ഞായറാഴ്ചയാണ്. നടന്നു പോകുമ്പോഴാണ് ഇതുകൊണ്ട് അഞ്ഞിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടെ മീനെ വരുന്നത്. മീൻ അതിൽ മേടിച്ചപ്പോഴും ഓർത്ത് തന്നെ പിന്നെ മാങ്ങയും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് ഓർത്ത് ചന്തയുടെ അകത്ത് തന്നെയുള്ള ഒരു പച്ചക്കറി കടയിൽ കയറി ഞങ്ങൾ മാങ്ങ മേടിക്കാനായിട്ട് പോകുവാണ്. ചോദിച്ചു 1 കിലോ മാങ്ങ മേടിച്ചു. 100 രൂപയാണ് 1 കിലോ മാങ്ങയ്ക്ക്. മാങ്ങയും മേടിച്ചു, തൈരും മേടിച്ചെന്ന് പോയേക്കാന്ന് വെച്ചു. നിറച്ച് ആൾക്കാരാണ്. ഒത്തിരി നേരം നിൽക്കേണ്ട, പോകാന്നോർത്ത് ഞങ്ങൾ പോകുന്നു. അപ്പോഴാണ് ഓർത്ത വെയിലല്ലേ, ഭയങ്കര ദാഹം. എന്നാൽ പിന്നെ ഏതെങ്കിലും ഫ്രൂട്ട്സ് കടയിൽ കയറി കരിക്കുണ്ടെങ്കിൽ കുടിക്കാന്നോർത്ത് നോക്കി ഈ പരിസരത്തേക്ക് പിന്നെ ഞങ്ങൾ ഇടുക്കിക്കവല പോയി. അവിടെ ഒരു കട ഓപ്പണിംഗ് ആയിരുന്നു. ഈ കടയിൽ പോയി ഞങ്ങൾ കരിക്ക് കുടിച്ചു. ഈ കട മാത്രമേ ഈ പരിസരത്ത് തുറന്നിട്ടുള്ളൂ. വേറെ ഒരു കടയും തുറന്നിട്ടില്ല.
അതും കുടിച്ചിട്ട് ഞങ്ങൾ ടൗണിൽ നിന്ന് തിരിച്ച് പോകുന്നു. വീട്ടിലേക്ക് പോരുവാണിത്. വീട്ടിലേക്ക് പോരുന്ന വഴിയാണ് ഈ കാണുന്നത്. പോരുന്ന വഴിയൊക്കെ കുറച്ച് നിങ്ങളെ കാണിച്ചേക്കാൻ നോക്കും. ഭംഗിയല്ലേ, കട്ടപ്പനയല്ലേ, എവിടെ നോക്കിയാലും ഭംഗിയല്ലേ. മഴയൊക്കെയാണ് നമുക്ക് പുറത്തിറങ്ങാൻ തോന്നിട്ടില്ല. തണുപ്പുണ്ട് കേട്ടോ, നല്ല വെയിലും ഉണ്ട്, അതുപോലെ വെയിലാണേലും തണുപ്പും ഉണ്ട്. കാറ്റാണ് ഇപ്പോൾ കട്ടപ്പന മുഴുവൻ, നല്ല കാറ്റാണ്, ജനുവരി കാറ്റ്. അപ്പം ഇത് ദേഹമൊക്കെ വലിയും, കൈയും കാലൊക്കെ വലിഞ്ഞ് ഉണങ്ങും ഈ കാറ്റ് കൊള്ളും തോറും. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊരു കണ്ടമാണ്. ഈ കണ്ടത്തിൻ്റെ സൈഡിൽ അങ്ങ് കാണുന്നതാണ് ഗവൺമെൻറ് ITIയുടെ ക്വാർട്ടേഴ്സ്. അതിവിടെ ഉണ്ട്, ഉണ്ടോ? ആ കാണുന്ന ക്വാർട്ടേഴ്സാണ്. അവിടെ പിള്ളേരൊക്കെ താമസിക്കുന്നതാണ്. തൊട്ടപ്പുറയാണ് ITI. നമ്മുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എടുത്ത് ഞങ്ങളുടെ തൊട്ടിപ്പുറം മാറിയിട്ട് ഒരു ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ സ്കൂളാണ്. നേരത്തെ ഇൻഫൻ്റ് എന്നായിരുന്നു, ഇപ്പോൾ അത് മാറ്റിയിട്ട് ഡോൺ ബോസ്കോ ആക്കി. ഇപ്പോൾ ഫേമസ് ആണ്, നല്ലൊരു സ്കൂളാണ്. അപ്പോൾ ഇത്രയും